ഞങ്ങളിപ്പോൾ വരുന്നത് വടകര തോടന്നൂരിൽ നമ്മുടെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വിതിൻ ബാലൻ്റെ വീട്ടിൽ നിന്നാണ്. ഇന്നലെ പുലർച്ചെ 2:45 ആ വീട്ടിൽ CPMൻ്റെ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ അവിടെ മുഖംമൂടി ധരിച്ചു പോവുകയും അവിടെ ബോംബെറിഞ്ഞ് ആ വീട് തകർക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അച്ഛനും അമ്മയും സാധാരണ കിടക്കുന്ന റൂമിന്റെ സൈഡിൽ ആണ് ബോംബ് സ്ഫോടനം നടക്കുകയും അതിന്റെ ഗ്ലാസ് ചില്ല് ഉൾപ്പെടെയുള്ള എല്ലാം ആ വീടിന്റെ ഉള്ളിലേക്കാണ് കടന്നു വരുന്നത്. അതിന്റെ മുകളിൽ ഉള്ള സൺഷെയ്ഡ് അതിന്റെ ആഘാതത്തെ തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ടപ്പുറത്തുള്ള റൂമിലെ ജനലുകളടക്കം പൊളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്ര മാരകമായ ഒരു സ്ഫോടനമാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ പ്രദേശത്ത് 10 വർഷങ്ങൾക്കൊക്കെ മുമ്പ് അവിടെ അത്യാവശ്യം അക്രമങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10 വർഷമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ജനങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ പോകുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിലുള്ള അക്രമം CPM നടത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ അക്രമം നടത്തിയിരിക്കുന്നത്? ഇവിടെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ വളരെ വസ്തുതയായ ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ അന്വേഷണം നടത്തും. ഇപ്പൊ നമുക്കറിയാം, ഈ സംഭവം നടക്കുന്ന സമയമൊക്കെ നിങ്ങൾക്കറിയാം. ഈ ആരോഗ്യമന്ത്രിയെ തടഞ്ഞു എന്ന് പറയും. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ FIR ഇടുന്നത് 9:37 FIR ഇടുക. നമ്മളൊന്ന് പരിശോധിക്കണം. 9:37 റെയിൽവേ പോലീസിന് വിവരം കിട്ടുന്നത്. 9 മണിക്ക് 9:37 വിവരം കിട്ടുന്നതെന്നാണ് FIRലുള്ളത്. 9 മണിക്ക് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ ഗവൺമെന്റ് അടുത്തുനിന്ന് മൊഴിയെടുത്തിരിക്കുന്നു. അപ്പൊ 9:37 ഈ ഇങ്ങനെ ഒരു കേസ് സംബന്ധിച്ച വിവരം കിട്ടുമ്പോൾ 9 മണിക്ക് തന്നെ മൊഴിയെടുക്കണമെങ്കിൽ അത് വലിയ സംഭവമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതൊന്ന്. ഇതിന്റെ പൊരുത്തക്കേടുകൾ. അപ്പൊ കള്ളത്തരങ്ങൾ നടത്തുമ്പോഴാണ് പൊരുത്തക്കേടുകൾ ഉണ്ടാകുക. അത് മാത്രമല്ല, DGPയുടെ പ്രഖ്യാപനം വന്നു. എത്ര മണിക്കാണ്? ഉച്ചക്ക്. ആ സമയത്ത് തന്നെ 5 മണിയോടുകൂടി DGPയുടെ പ്രഖ്യാപനം വന്നു. വധശ്രമത്തിന് കേസെടുക്കുന്നു. അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് വധശ്രമത്തിന് കേസെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? അദ്ദേഹത്തിന് ആരാണ് ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത്? അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും ഒരാൾ വിളിച്ചു പറഞ്ഞാൽ DGP പോലെയുള്ള ഒരാൾ വധശ്രമത്തിന് കുട്ടികളുടെ പേരിൽ കേസെടുക്കെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? അങ്ങനെ അദ്ദേഹം പറയാൻ പാടുണ്ടോ? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്? സത്യത്തിലുള്ള ശുദ്ധ തോന്നിവാസമല്ലേ അദ്ദേഹത്തിന് പറഞ്ഞത്? അങ്ങനെ എങ്ങനെയാണ് പറയുക അദ്ദേഹം? ഈ കുട്ടികളുടെ കയ്യിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്തോ സാധനങ്ങൾ എന്നാണ് FIRലുള്ളത്, അല്ലേ? എന്തോ മാരകായുധങ്ങൾ. എന്ത് മാരകായുധം? ജയരാജൻ കാണിച്ചു തന്നു മാരകായുധം. എന്താണ്? MV ജയരാജൻ ഇതിന്റെ തെളിവായിട്ടൊരു മാരകായുധം കാണിച്ചു തന്നത് ഗൺമാന്റെ കോട്ട്, കറുത്ത. അത് കാണിച്ചിട്ടാണ് അദ്ദേഹം എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ CPMന്റെ ഈ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ആധികാരികത ഉണ്ടാകണ്ടേ? നമുക്ക് ഇപ്പോഴത്തെ പുതിയ നൂതന സംവിധാനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സൂം ചെയ്തു ഒക്കെ നോക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഈ കുട്ടികൾ ഈ മന്ത്രിയുടെ അടുത്തു പോയതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതാണ് ഞാൻ പറഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ അതിനൊരു പരിശോധന നടത്തണം. എവിടെയാണ് അടുത്തെത്തിയത്? ഇന്ന് രാവിലെ ഇന്നലെ നിങ്ങൾ കണ്ടു, നല്ല വെളുത്ത് നല്ല ചിരിക്കുന്ന ഫോട്ടോസ് കണ്ടു. അതിനെന്താ കുഴപ്പമെന്നൊക്കെ ചിലർ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ മനസ്സിലാക്കുന്ന ആ നേഴ്സുമാരോട് ചിരിച്ച് ഫോട്ടോ എടുക്കും. ആയിക്കോട്ടെ, എന്താ, നമുക്ക് ഒരു
കുഴപ്പവുമില്ല. അപ്പൊ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ആ മന്ത്രിയുടെ ദേഹത്ത് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. വളരെ സുഖകരമായി റെസ്റ്റ് എടുക്കുകയാണ്. ഇതാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. വളരെ അനാസ്ഥകരം. രാവിലെ 4 മണിക്ക് എന്തിനാണ് 4 മണിക്ക് ഇറങ്ങി പോകുന്നത്? അതും കഴുത്തുവേനയുള്ള ഒരാള് എങ്ങനെയാ പോകുന്നത്? ബൈ കാറിൽ. എന്തിനാണ് ഒളിച്ചോടുന്നത്? എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകരായ നിങ്ങളൊക്കെ തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. എപ്പോഴാണ് ഡിസ്ചാർജ് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു മാധ്യമപ്രവർത്തകനും ആ ഡിസ്ചാർജിന്റെ ഡേറ്റോ ടൈമോ സമയമോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അല്ല, നിങ്ങൾ തന്നെ പറ, എന്തിനാണ് ഒളിച്ചോടുന്നത്? എന്തിനൊരു മന്ത്രി പൊതുസമൂഹത്തിന് എന്തിനൊരു മന്ത്രി ഒളിച്ചോടണം? ആരും കാണാതെ പുലർച്ചെ 4 മണിക്ക് ഡിസ്ചാർജ് മേടിച്ച് മന്ത്രി തിരുവനന്തപുരത്തേക്ക് സ്വന്തം പത്തനംതിട്ടയ്ക്ക് പോയിട്ടുണ്ടെന്ന് എന്നാണ് നമുക്ക് വിവരം. അപ്പോൾ ഇതിനകത്ത് ആദ്യം മുതൽ തന്നെ ഇതിനകത്ത് ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നു. ഞങ്ങൾ ഫസ്റ്റ് അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇത് ശംഷീർ ഉണ്ടാക്കിയ ഒരു നാടകമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അവസാനം ശംഷീറിന് അത് സമ്മതിക്കേണ്ടി വന്നു. ഞങ്ങൾ പറഞ്ഞു, ശംഷീർ അവിടെ വന്ന മന്ത്രി കൃത്യമായി 3ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ കയറിപ്പോകാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. പെട്ടെന്ന് ശംഷീറിനെ കണ്ടപ്പോഴത്തേക്ക്, ഇത്രമാത്രം ഭീകരനാണോ ശംഷീർ? ശംഷീറിനെ കണ്ടപ്പോഴത്തേക്ക് മന്ത്രിയുടെ കഴുത്തും കൈക്കും ഒക്കെ പൊട്ടുവിടുകയാണ്. നിങ്ങളത് സത്യത്തിൽ ഒരു അന്വേഷണം നടത്തി നിങ്ങളത് കണ്ടുപിടിക്കേണ്ടതാണ്. ആദ്യം കാണിച്ചത് കൈയുടെ പോയിന്റാണ്. നമ്മളിത് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വിശദീകരിച്ചത്. ആ കൈയുടെ പോയിന്റ് അത് 4 ദിവസം മുമ്പുണ്ടായിരുന്നതാണ്. മട്ടന്നൂരിലെ പരിപാടിയുടെ ആ സമയത്ത് അതെടുത്ത് ആള് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോഴേ അതങ്ങ് മാറ്റി. ആ പരിക്കങ്ങ് മാറി. പിന്നെ വന്നത് കഴുത്തിനാണ് പരിക്ക്. ആ പരിക്കാണ് പോയി അന്വേഷിച്ചു എന്ന് പറയുന്നത്. അവിടെ എക്സ്റേയിലൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് MRI അങ്ങനെ എടുത്തു, ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അത് ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവന്ന് കുട്ടികളെ ക്ഷീണം സംഭവിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാക്കി മാറ്റും. അതാണല്ലോ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന തിരക്കഥ. അവിടെ ശംഷീറിനെ കണ്ട ഉടനെ ശംഷീർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, മുഖ്യമന്ത്രി അഡ്മിറ്റ് ആകാൻ പറയുന്നു. അഡ്മിറ്റായി അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തുന്നു. ഇത് നടന്ന ഒരു തിരക്കഥ തന്നെയാണ് എന്നുള്ളത് നമ്മളത് പറഞ്ഞപ്പോൾ ആദ്യം ഒന്നും മിണ്ടിയില്ല. ശംഷീർ ആരും ഒന്നും പറഞ്ഞില്ല. പിന്നീട് ശംഷീറിന് തന്നെ പറയേണ്ടി വന്നു, ഞാൻ സഭയുടെ നാഥനാണ്, സഭയുടെ അധികാരിയാണ്, അപ്പോൾ ഞാൻ സഭയുടെ നാഥനെ വിളിച്ച് അറിയിച്ചു, അങ്ങനെ ഈ തിരക്കഥ സംവിധാനമെല്ലാം ഉണ്ടായത് എന്ന് അവസാനം ശംഷീറിന് തന്നെ പറയേണ്ടതായിട്ട് വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ അതിന്റെ പേരിൽ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ തലക്ക് എറിഞ്ഞ് പരിക്കേൽപ്പിച്ചിട്ട് പോലും ഒരു സമരമോ ഒരു പ്രകടനമോ ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആരുടെ ഓഫീസും ആരെയും ഇതിന്റെ പേരിൽ ആക്രമിക്കാൻ പാടില്ല, ഹർത്താൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഭരിച്ച ഒരു നാട്ടിലാണ് പ്രകോപനത്തിന് ഓർഡർ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ പേരിൽ പാർട്ടി ഓഫീസ്, കോൺഗ്രസിന്റെ ഓഫീസുകൾ തകർത്തുകൊണ്ടിരിക്കുക. എന്തെല്ലാം സമരങ്ങൾ ഡിവൈഎഫ്ഐയും SFIയും ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ അതൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ, യുവജന സംഘടനയുടെ അവകാശമാണ് എന്ന് ധരിച്ചിരുന്നവരാണ് അന്നത്തെ മന്ത്രിമാർ. സമരം നടത്തണ്ടെന്ന് എവിടെയും എന്ന് പറഞ്ഞിട്ടില്ല. സമരങ്ങൾ നടത്തണം, സമരം നടത്തി തളർന്നു വളർന്നു വന്നവരാണ് യുവജന പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ട് സമരം നടത്തണ്ട എന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് സമരമല്ല, സമരാഭാസങ്ങളാണ്, ഈ അക്രമങ്ങളാണ് നടത്തുന്നത്. അത്തരം അക്രമങ്ങളെ ശക്തിയുക്തമായി ഇനി നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് നിയമപരമായി നേരിടും. ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എടുത്തിരിക്കുന്ന ഈ വധശ്രമത്തിനുള്ള കേസ്, അത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കില്ല.
അതുകൊണ്ട് തന്നെ ഇത്തരം കേസെടുത്ത ഉദ്യോഗസ്ഥർ യാതൊരു തെളിവുമില്ലാതെ കള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നു. എവിടെ ആരെ വിളിച്ചു? ഈ 4 പേരെയും നിങ്ങൾ പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരെവിടെ വിളിച്ചു? 10-50ഓളം പോലീസുകാരുടെ സാന്നിധ്യത്തിൽ. അപ്പൊ അത്തരം ഒരു കേസ് വധശ്രമത്തിന് വധശ്രമം ചുമത്തിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് എങ്കിൽ ആ കേസെടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും കേസ് കൊടുക്കും. ഒരു സംശയവും. കാരണം അത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ തകർക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു സംഭവമില്ലാതെ ഒരു മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്താത്തൊരു കേസ്, കരിങ്കൊടി മാത്രം കുട്ടികളുടെ കയ്യിലുള്ളപ്പോൾ ഇത്തരം ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു സംഭവമാണ്. അത് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ, അവർക്കെതിരെ നടപടിയെടുക്കുന്നവരെ, അവരെ ശിക്ഷ കഴിക്കുന്നവരെ നമ്മൾ മുന്നോട്ട് പോകും. അത് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥനായ ആ ഗൺമാൻ ഇല്ലാത്ത റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ഹൈക്കോടതിയിലും കേസ് കൊടുത്തുകൊണ്ട് ഈ കുറ്റക്കാരെ, ഇവിടെ ക്രിമിനലുകളായിട്ട് വന്നിരിക്കുന്നത് ഈ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരാണ്. പാവപ്പെട്ട 5 കുട്ടികളെ വധശ്രമത്തിന് ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരക്കാർക്കെതിരെയാണ് ഇവിടെ ശിക്ഷ കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ കള്ളക്കേസുണ്ടാക്കിയ, ഒരു കാരണവശാലും നിലനിൽക്കാത്ത ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അതിന് മൊഴി കൊടുത്ത, പരാതി കൊടുത്ത പോലീസുകാരനായ ഗൺമാനെതിരെയും ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അവർക്ക് തക്കതായ ശിക്ഷ നമ്മൾ മേടിച്ചു കൊടുക്കും. ഏതറ്റം വരെ അക്കാര്യത്തിൽ നമ്മൾ പോകും. ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊല്ലട ആര് കേട്ടു? അങ്ങനെ ഒരു വിളി എവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇത് പാവപ്പെട്ട പഠിക്കുന്ന കുട്ടികളാണ്. ആരാ കേട്ടത് കൊല്ലട എന്നുള്ളത് വിളി? ഇത് ദൃശ്യമാധ്യമങ്ങളും കേബിൾ TV, CCTV ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അവിടെ ഇല്ലേ? നിങ്ങളെല്ലാം ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇതൊന്നുമല്ലല്ലോ. DGP 5 മണിക്ക് പറയല്ലേ? അത് സത്യത്തിൽ അവർ DGP 5 മണിക്ക് പറയുകയാണ് വധശ്രമത്തിന് കേസെടുക്കെന്ന് പറഞ്ഞാൽ ഇതെന്താ വളരെ കപടണം? ഇവിടെ എത്ര തടഞ്ഞില്ല നടന്നിട്ടുണ്ട്? ഏതെല്ലാം മന്ത്രിമാരെ തടഞ്ഞിട്ടുണ്ട്? ആരെയൊക്കെ തടഞ്ഞിട്ടുണ്ട്? ഏതെല്ലാം മന്ത്രിസഭാ കാലഘട്ടത്തിൽ? അത് UDF ഭരിക്കുമ്പോൾ LDF ഭരിക്കുമ്പോൾ ഒക്കെ തടഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവിക സമരത്തിന്റെ ഭാഗമാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏത് സമയവും സമരം ചെയ്യേണ്ട ഒരു വകുപ്പാണ് അത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ആ മന്ത്രിയുടെ ധാർഷ്ട്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. KSU അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന KSU പിള്ളേരുടെ മുന്നോട്ടാണ് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട്, ധൈര്യമുണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രി അലറുകയാണ്. കേരള ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതെന്താണ്? മന്ത്രിയുടെ കോംപ്ലക്സ് ആണ്. എനിക്ക് പൊതുസമൂഹത്തിന് വേണ്ടി നല്ലതായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എനിക്കെതിരാണ്, ഞാൻ എന്റെ വകുപ്പ് തകർന്നടഞ്ഞിരിക്കുന്നു എന്നുള്ളത് മന്ത്രിയെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് മന്ത്രിക്ക് കാണുന്നതിനെല്ലാം ദേഷ്യമാണ്. പ്രതിപക്ഷത്തെ കാണുമ്പോൾ തന്നെ പുച്ഛമാണ്, ദേഷ്യമാണ്. അതെന്താണ്? തനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള അപകർഷ ബോധത്തിൽ നിന്നും വരുന്നതാണ് മന്ത്രിയുടെ ഈ ഫീലിംഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രതികളായവരുടെ വീടറിയാം, നാടറിയാം എന്നൊക്കെയാണ്. അപ്പോൾ ഈ പ്രതികളെ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു അക്രമം നടത്തുക എന്നുള്ളത് ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. ഇല്ല, അതിന്റെ ഒരു ഭാഗമായിട്ടല്ല ഇന്ന് നടന്നത്. ഇന്നിപ്പോൾ ഈ കേസിലെ പ്രതിയായി റിമാൻഡിൽ കിടക്കുന്ന വ്യക്തിയാണ് ബിജുൻ. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇന്ന് അക്രമം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ഗ്രൂപ്പുകളിൽ, സോഷ്യൽ മീഡിയകളിൽ
ഈ പറയുന്ന കുട്ടികളുടെ പോസ്റ്റ് ഇട്ടിട്ട് വകവരുത്തണമെന്ന് സന്ദേശം കൊടുക്കുകയാണ്. ഇതെന്തിനാണ്? അത് രാഷ്ട്രീയപരമായി നിയമപരമായി നമ്മൾ അതിനെ നേരിടും. നമ്മൾ സാധാരണ അക്രമത്തിന്റെ വസ്തു സ്വീകരിക്കുന്നവരല്ല. CPM ഇപ്പൊ എന്താ വേണ്ടത്? കലുഷിതമാക്കണം, നമ്മൾ അക്രമം നടത്തണം, എന്നിട്ട് അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് CPM ഇപ്പോൾ എടുത്തിരിക്കുന്ന ലൈന്. വാസ്തവത്തില് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ അർഹതയുണ്ടോ? മുഖ്യമന്ത്രിക്ക് ഞാൻ പറയുന്നു, വീണ ആരോഗ്യമന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ 19-50 പോലീസുകാരുടെ നടുക്ക് വെച്ച് 4 കുട്ടികൾ വന്ന് പരിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ആഭ്യന്തരമന്ത്രിക്ക് ആ പോസ്റ്റിൽ ഇരിക്കാനുള്ള അർഹതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരു വകുപ്പ് നോക്കി നിൽക്കാനാണോ? കൊല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ 4 കുട്ടികളെ പിടിച്ചു മാറ്റാൻ കഴിയാത്ത പോലീസാണ് എങ്കിൽ ആ പോലീസ് ഈ സംസ്ഥാനത്തിന് ആവശ്യമില്ല. അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇല്ല. കണ്ണൂരിൽ നിന്നുള്ള സംഘമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്രാദേശികപരമായി തന്നെ ഇതിന് എല്ലായിടത്തും കണ്ണൂരിൽ നിന്ന് തന്നെ പോകണമെന്നില്ല. ഇവിടെ എല്ലായിടത്തും ക്രിമിനലുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഡയറക്ഷൻ കൊടുത്തതായിരിക്കാനാണ് ഒരുപക്ഷെ സാധ്യത കൂടുതലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ സംസ്ഥാനത്ത് നീതിന്യായ വ്യവസ്ഥ നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇത്തരം കേസ്, വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് തീർത്തും അന്യായമാണ്. അതൊരിക്കലും നിലനിൽക്കില്ല. പക്ഷേ അത്തരം നിലപാടുകളുമായി പോയ സാഹചര്യത്തിൽ അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വകുപ്പുകളൊന്നും ദയവേത് ഇടരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കുന്നത്.